വെൽക്കം ടു ഫുഡ് ടാഗ്. ഇത് വൈറലായ ശേഷം എത്ര പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒന്നായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. എല്ലാവരും ഇതിനോടകം ഈ ഒരു വൈറൽ ബ്രെഡ് റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇവിടെ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്രെഡാണ്, മിനിയാന്ന് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ അധികം ബ്രെഡ് വാങ്ങാറില്ല. അപ്പോൾ ഒന്നും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടത് കൊണ്ട് തന്നെ മാർക്കറ്റിലെ ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും കുറേ കാര്യങ്ങൾ അതിൽ അഡീഷണലായിട്ട് ചേർക്കേണ്ടത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നമേ ഒതുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണം അതേ ടെക്സ്ചറിലും ടേസ്റ്റിലൊക്കെയാണ് നമ്മുടെ ബ്രെഡ് കിട്ടാറ്. പിന്നെ വേണ്ടത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. ഞാനിവിടെ 3 സ്ലൈസാണ് കേട്ടോ എടുത്തത്. ഇത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് മുറിച്ചെടുത്തത്. ഇതിലേക്ക് ജാം ലൈറ്റായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം ആവും, അതുകൊണ്ട് ലൈറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റായി സ്പ്രെഡ് ചെയ്യണേ. 3 ബ്രെഡിൻ്റെ ഒരു ഭാഗത്താണ് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണത്. ഇതിന് പകരമായിട്ട് പഴം റൗണ്ടായിട്ട് മുറിച്ചതും ഇടയിലായിട്ട് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ അരികൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റണില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത്ര ആവശ്യം വരില്ല കേട്ടോ, എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. ബ്രെഡിൽ ലൈറ്റായിട്ട് മധുരം ഉണ്ടാവും, പിന്നെ ജാമ കണ്ടൻസ് മിൽക്ക് ഒക്കെ സ്വീറ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇനി നമ്മൾ പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ ഓവർ മധുരമാവും. അതുകൊണ്ട് എനിക്ക് ലൈറ്റായിട്ട് മതി എന്നുള്ളത് കൊണ്ട് തന്നെ ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണതാണ്. ഇതിലിപ്പോൾ പുറത്ത് വാങ്ങണത് ജാം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയ ജാമാണ് ഇപ്പോൾ ഉപയോഗിക്കണത്. അതിനുശേഷം ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബട്ടറിൽ ബ്രെഡ് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. എല്ലാ വശവും അപ്പുറവും ഇപ്പുറവും ഒക്കെ തിരിച്ചിട്ടിട്ട് വേണം ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗീ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കണില്ല കേട്ടോ, സൈഡിലേ ഒഴിക്കണുള്ളൂ. ചില സമയം മുകളിൽ ഒഴിക്കണ സമയത്ത് നല്ല കറക്റ്റായിട്ട് കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ ഒരു സൈഡ് പാലൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ മറു സൈഡ് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാൽ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ്. എന്ത് രസമാണ് കാണാൻ തന്നെ അല്ലേ. ഇത് കഴിച്ചു തുടങ്ങിയുണ്ടല്ലോ കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ലൈറ്റായിട്ടുള്ള മധുരമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഇനി ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. അടിപൊളിയാണ്, ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണേ. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്